ഹായ് ഫ്രണ്ട്സ്, ആങ്കുലാറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആങ്കുലാറിലെ ലേസി ലോഡിംഗ് എന്താണെന്നാണ്. നമ്മൾ പല ഇൻ്റർവ്യൂസിനും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ആങ്കുലാറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തെല്ലാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പറയാവുന്ന ഒരു കാര്യം ആങ്കുലാറിൽ ലേസി ലോഡിംഗ് ആണ്. ലേസി ലോഡിംഗ് അഥവാ ഡിമാൻഡ് ലോഡിംഗ്, അതായത് യൂസറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്കൊരു പെർട്ടിക്കുലർ മൊഡ്യൂളെ ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ഫ്രെയിംവർക്കിൽ ആ ഒരു ഫീച്ചർ ഇല്ല, കാരണം എല്ലാ മൊഡ്യൂളും ഇനീഷ്യലി ലോഡ് ആവുന്നതാണ് കാണുന്നത്. പക്ഷേ ആങ്കുലർ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ലേസി ലോഡിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമുക്ക് ഒരു മെയിൻ പ്രൊജക്റ്റ് അഥവാ ബിഗ് പ്രൊജക്റ്റിനെല്ലാം ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. ഒരു അഡ്മിൻ മൊഡ്യൂളിലായിരിക്കും, യൂസർ മൊഡ്യൂളിലായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ മൊഡ്യൂളും കൂടെ ഇനീഷ്യലി ലോഡ് ചെയ്താൽ ലോഡിംഗ് ടൈം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂസറിൻ്റെ ഡിമാൻഡിനനുസരിച്ച്, അതായത് നമുക്കൊരു യൂസർ റിക്വസ്റ്റ് മേക്ക് ചെയ്താൽ ആ പെർട്ടിക്കുലർ റിക്വസ്റ്റിനനുസരിച്ചുള്ള മൊഡ്യൂൾ ലോഡാവും. അതിനാണ് ആങ്കുലർ ലേസി ലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്ക് കോഡിലോട്ട് പോകാം. ഓക്കെ, ഇത് ആപ്പ് കമ്പോണ്ട് ആണ്. നിങ്ങൾക്കിവിടെ നോക്കി കാണാം, ഇവിടെ ആകെ ഒരു മൊഡ്യൂളേ ഉള്ളൂ ഇപ്പോൾ, അതായത് ആപ്പ് മൊഡ്യൂൾ.ts ഫയലുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു മൊഡ്യൂളിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അതിനുവേണ്ടി ng ജനറേറ്റ് m ഫോർ മൊഡ്യൂൾ, ഒരു മൊഡ്യൂൾ നെയിം കൊടുക്കാം, എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂൾ നെയിം കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. employee.module.ts ഫയൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്കൊരു കമ്പോണ്ട് ക്രിയേറ്റ് ചെയ്യാം. cd സ്പേസ് എംപ്ലോയി, ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്കൊരു ngGC കമ്പോണ്ട്, അതായത് emp1 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. എംപ്ലോയി 1 ചുമ്മാ ഒരു കമ്പോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂൾ ക്രിയേറ്റ് ആയി. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു emp1 എന്ന് പറഞ്ഞ കമ്പോണ്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് ആപ്പ് മൊഡ്യൂളിൽ ഒരു കമ്പോണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്യാം. ngGC ഹോം എന്ന് പറഞ്ഞ കമ്പോണ്ട് ചുമ്മാ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഉണ്ടോ, ആപ്പ് എന്ന് പറഞ്ഞ മൊഡ്യൂളിനുള്ളിൽ നമുക്ക് ഹോം എന്ന് കിട്ടി, എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂളിനുള്ളിൽ emp1 എന്ന് പറഞ്ഞ കമ്പോണ്ടിന് കിട്ടി. ഇത് നമ്മൾ ആക്സസ് ചെയ്ത് വെച്ചാൽ നമുക്കിപ്പോൾ ഇനീഷ്യലി നമ്മുടെ പ്രോജക്റ്റിൽ ഇപ്പോൾ 2 മൊഡ്യൂളായി, 2 മൊഡ്യൂളിനും ഓരോ കമ്പോണ്ട് വീതമായി. ഓക്കെ, ഇനി നമുക്ക് ആപ്പ് routing.module.ts ഫയലിൽ പോവാം. അതായത് നമ്മുടെ ലേസി ലോഡിംഗ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റൗട്ടിംഗ് നിർബന്ധമാണ്. യൂസർ ഒരു പെർട്ടിക്കുലർ റൗട്ട് കൊടുത്താൽ മാത്രമാണ് ആ മൊഡ്യൂൾ ഇനീഷ്യലൈസ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് റൗട്ടിംഗ് മൊഡ്യൂളിലോട്ട് പോകാം. ഇവിടെ ഇപ്പോൾ റൗട്ട്സ് ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് പാത്ത് ഒരു ഹോം എന്ന് പറഞ്ഞ പാത്ത് കൊടുത്തു. ഹോം എന്ന് പറഞ്ഞ പാത്ത് കൊടുക്കുമ്പോൾ ലോഡ് ആവേണ്ട കമ്പോണ്ട് ഹോം കമ്പോണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ ഒരു പാത്തും കൊടുത്തില്ലെങ്കിലും എനിക്ക് ഹോം കമ്പോണ്ട് ലോഡാകും. അതിനുവേണ്ടി പാത്ത് ഞാൻ എംപ്റ്റി സ്ട്രിംഗ് കൊടുത്തു. നമുക്ക് റീഡയറക്ട് ടു എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്. റീഡയറക്ട് ടു ഹോം എന്ന് പറഞ്ഞ പാത്തിലോട്ട് റീഡയറക്ട് ചെയ്തു. പാത്ത് മാച്ച് ഫുൾ. ഓക്കെ, സോറി, ഫുൾ സ്ട്രിംഗ് ആണ്. ഇനി നമുക്ക് നേരെ UI-ലോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഹോം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്, അതായത് നമ്മൾ കമ്പോണ്ട് ലോഡായിട്ടുണ്ട്. നമ്മുടെ കമ്പോണ്ടിൻ്റെ ഉള്ളിൽ ഈ സ്ട്രിങ് നിങ്ങൾക്ക് നോക്കി കാണാം, ഹോം വർക്ക്സ്. ഓക്കെ, ഞാൻ ഒരു പാത്തും കൊടുത്തില്ലെങ്കിലും ഇത് വരണം. ഓക്കെ, അപ്പോഴും ഇത് വന്നിട്ടുണ്ട്, ഇതിലൂടെ റീഡായിട്ടായിട്ടുണ്ട്. ഇതുവരെ എല്ലാം വർക്കിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂള് ഇമ്പോർട്ടായി, അതിന് ആ കമ്പോണ്ട് ഇനീഷ്യലൈസ് ആയി. ഇനി നമുക്ക് എങ്ങനെ എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂള് പെർട്ടിക്കുലർ റൗട്ട് കൊടുക്കുമ്പോൾ എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂൾ എങ്ങനെ ഇനീഷ്യലൈസ് ആവും എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആപ്പ് റൂട്ടിംഗ് മൊഡ്യൂളിൽ പോയി, നമുക്കിതിന് പെർട്ടിക്കുലർ സിൻടാക്സ് ഉണ്ട്. പാത്ത് ഈസ് ടു നമുക്ക് emp1 എന്ന് പറഞ്ഞ പാത്ത് തന്നെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്ത് കൊടുക്കാം, അതായത് ഒരു പ്രശ്നമില്ല. അതിന് അടുത്ത സിൻടാക്സ് ആണ് നമുക്ക് ലോഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് അതിനോട് ഉപയോഗിക്കുന്നത്. ലോഡ് ചിൽഡ്രൻ ആങ്കുലറിലെ 2-3 വേർഷൻസിലെല്ലാം ഒരു സിൻടാക്സ് ഉപയോഗിച്ചിരുന്നത് ഡയറക്റ്റ് ഈ കമ്പോണന്റ് മൊഡ്യൂൾ കൊടുത്തിട്ട് അതിലെ കമ്പോണന്റ് ലോഡ് ചെയ്യും. സിൻടാക്സ് ഉണ്ടായിരുന്നു, എംപ്ലോയി ഡോട്ട്
module hash employee module. ഇതാണ് സിൻടാക്സ്. പക്ഷേ നമുക്ക് ഈ ആങ്കുലർ 8, 9 എന്ന് പറഞ്ഞ വേർഷൻസിൽ ഇത് സപ്പോർട്ട് ആവത്തില്ല. അപ്പം നമുക്ക് വേറെ സിൻടാക്സ് ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് ഇത് റിട്ടേൺ ചെയ്യാൻ നമുക്കൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം, ഒരു ഏറെ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ആ ഏറെ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് നമ്മുടെ ഈ പാത്ത് തന്നെ ആയിരിക്കും. ഒരു ഇമ്പോർട്ടിനുള്ളിൽ കയറിയിട്ട് നമുക്ക് ./employee മൊഡ്യൂൾ -, നമുക്ക് ആ എംപ്ലോയി എന്ന് പറഞ്ഞ .ts-ലെ എക്സ്പോർട്ട് ക്ലാസ് ഇത് കോപ്പി ചെയ്യാം. അതായത് ഉദ്ദേശിക്കുന്നത് ഈ പാത്ത് കൊടുത്താൽ നമുക്ക് ലോഡ് ചെയ്യേണ്ട ഒരു മൊഡ്യൂളാണ്. നമുക്ക് .then എന്നൊരു ഫംഗ്ഷൻ കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, കൊടുത്തിട്ട് employee മൊഡ്യൂൾ ലോഡ് ചെയ്യാം. നമുക്ക് ഈ എംപ്ലോയി മൊഡ്യൂളിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. /employee/employee. Okay. Cannot find module employee correspond to type declaration. എന്തൊരു ഇഷ്യൂ ഉണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് എന്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. കനോട്ട് ഫൈൻഡ് മൊഡ്യൂൾ. ഓക്കെ ഫൈൻ. നമുക്ക് ആക്ച്വലി ഹാഷ് സിമ്പിൾ ഇപ്പോൾ വേണ്ട. നമുക്ക് അതിന് പകരം നമ്മളിവിടെ .then ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ പാത്ത് emp1 എന്നാണ് പാത്ത് കൊടുക്കുമ്പോൾ ഈ മൊഡ്യൂൾ ലോഡ് ആവണമെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് നേരെ എംപ്ലോയി എന്നാണ് മൊഡ്യൂളിൽ പോവാം. എംപ്ലോയി മൊഡ്യൂളിൽ ഒരു മൊഡ്യൂൾ ഫയൽ മാത്രമേ ഉള്ളൂ. നമുക്കൊരു റൗട്ടിംഗ് ഫയൽ കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ആപ്പ് റൗട്ടിംഗ് മൊഡ്യൂൾ പോലെ തന്നെ എംപ്ലോയി routing.module.ts. അതായത് ഈ മൊഡ്യൂളിൽ പോയിട്ട് ഒരു റൗട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ emp1 കമ്പോണന്റിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ആപ്പ് റൗട്ടിംഗ് കോപ്പി ചെയ്യാം, അവിടെ പേസ്റ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഈ എംപ്ലോയി എന്ന് മാത്രമാക്കി മതി, വെറുതെ പാത്തല്ല. നമുക്കിപ്പോൾ ഒരു empty പാത്താണെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യേണ്ട കമ്പോണന്റ് എന്ന് വെച്ചാൽ നമ്മുടെ emp1 കമ്പോണന്റ് ആണ്. ഓക്കെ, ഈ രണ്ട് കമ്പോണന്റ് വേണം. ഓക്കെ, ഇത് നമുക്കിവിടെ എംപ്ലോയി റൗട്ടിംഗ് മൊഡ്യൂളിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, എങ്കിലേ നമുക്ക് ഈ റൗട്ടിംഗ് ഇവിടെ വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ആപ്പ് മൊഡ്യൂളിൽ കയറിയിട്ട് റൗട്ടിംഗ് ഫയലിൽ ഒരു ഹോം എന്ന് പറഞ്ഞ പാത്ത് കൊടുത്തു. ആ ഹോം എന്ന് പറഞ്ഞ പാത്ത് പോകുമ്പോൾ നമ്മുടെ ആപ്പ് മൊഡ്യൂളിലെ ഹോം എന്ന് പറഞ്ഞ കമ്പോണ്ട് വർക്ക് ആവും. ഇനി നമ്മൾ emp1 എന്ന് പറഞ്ഞ പാത്ത് കൊടുത്താൽ ഇത് നേരെ പോവുക എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂളിലായിരിക്കും. അപ്പോൾ എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ കയറി നേരെ എംപ്ലോയി മൊഡ്യൂളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയി റൗട്ടിംഗ് മൊഡ്യൂൾ ഉണ്ട്. ഇനി നമ്മൾ നേരെ പോവുക എംപ്ലോയി റൗട്ടിംഗ് മൊഡ്യൂളായിരിക്കും. അവിടെ ഒരു പാത്ത് ചെക്ക് ചെയ്യും. പാത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു empty പാത്ത് ഉണ്ട്, അതായത് ഈ കറക്റ്റ് പാത്ത്. ഇപ്പോൾ ഇവിടെ ഇത് മീൻസ് ഇവിടുത്തെ empty പാത്താണ്, ഈ മൊഡ്യൂളിലെ empty പാത്താണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ലോഡ് ആവുക ഈ emp1 എന്ന് പറഞ്ഞ കമ്പോണ്ട് ആയിരിക്കും. ഓക്കെ, നമുക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കൊടുക്കാം, വർക്കായില്ല. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമുക്ക് UI പോയി നോക്കാം, എവിടെയെങ്കിലും പൊട്ടിയോ ഇല്ല അറിയാം. ഓക്കെ, നമുക്ക് ആദ്യം ലോഡ് ചെയ്യാം. കണ്ടോ, നെറ്റ്വർക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഹോം മൊഡ്യൂൾ ഹോം കമ്പോണ്ട് ഇവിടെ ലോഡ് ആയിട്ടുണ്ട്, അതായത് നമ്മുടെ പാത്ത് ഹോമാണ്. ഓക്കെ, ഇനി നമുക്ക് emp1 എന്ന് പറഞ്ഞ പാത്ത് കൊടുത്ത് എന്തുണ്ടാവും നോക്കാം. ഓക്കെ, emp1 നമുക്ക് ലോഡ് ആയിട്ടുണ്ട്.
പക്ഷെ നമ്മൾ കൊടുത്ത സ്ട്രിങ് ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ കണ്ടീഷൻ എവിടെയോ ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി emp1 എന്ന് പറഞ്ഞ കമ്പൗണ്ട് ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ആപ്പ് റൂട്ടിങ്ങിലോട്ട് പോയി. ഓക്കെ, നേരെ മൊഡ്യൂളിലോട്ട് വന്നു. ഓക്കെ, നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ഇമ്പോർട്ടിൽ റൗട്ടർ ഡോട്ട് മൊഡ്യൂളോട്ട് 4 റൂട്ട് ഉണ്ട്. ഈ 4 റൂട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ മെയിൻ മൊഡ്യൂൾ ഏതാണോ അതിനാണ് നമ്മൾ ഈ 4 റൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും 4 റൂട്ടാണ് ഉപയോഗിച്ചത്. അതാണ് നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് അതിന് പകരം ഉപയോഗിക്കുന്ന മൊഡ്യൂൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഫോർ ചൈൽഡ് ആണ്. കാരണം ഇതൊരു ചൈൽഡ് മൊഡ്യൂളാണ്. ആപ്പ് മൊഡ്യൂൾ ചൈൽഡ് മൊഡ്യൂളാണ് എംപ്ലോയി മൊഡ്യൂൾ. അപ്പോൾ നമുക്കിവിടെ 4 ചൈൽഡാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഓക്കെ, ഇനി നമുക്ക് ലോഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഹോം എന്ന് പറഞ്ഞാണ് ഹോം കമാൻഡ് ലോഡായി. ഇനി നമുക്ക് emp1 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് അത് വർക്ക് ആയിട്ടുണ്ട്. emp1 ലോഡായി. നമുക്ക് ഇവിടെ നോക്കിയാണ് നിങ്ങൾക്ക് എംപ്ലോയി ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് JS ഫയൽ ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ കൊടുത്ത സ്ട്രിങ് തന്നെയാണ് അത്. നമുക്ക് വീണ്ടും ഹോം എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് ഒരിക്കലും ഈ എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂൾ ലോഡ് ആവരുത്. കണ്ടോ, ഇവിടെ എംപ്ലോയി എന്ന് പറഞ്ഞ മൊഡ്യൂൾ ലോഡ് ആയിട്ടില്ല, അപ്പോൾ ഹോം കമാൻഡ് ലോഡായി. അപ്പോൾ ഇതാണ് നമ്മുടെ ആങ്കുലറിൽ ഈ ലേസി ലോഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിമാൻഡ് ലോഡിങ്. യൂസർ ഡിമാൻഡ് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് ലോഡ് ചെയ്യിപ്പിക്കുക, അല്ലാതെ എല്ലാം ആദ്യം തന്നെ ലോഡ് ചെയ്യിപ്പിക്കുന്നില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് ലോഡിങ് ടൈം ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു ഫീച്ചറാണ്. സോ ഗൈസ്, ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ റിയാക്റ്റും നോഡിൻ്റെ എല്ലാം സീരീസ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.